ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇതപ്പോൾ സമയം 5:30 ആയിട്ടോ. ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ്. ഞങ്ങൾ പാർക്കിലേക്കാണ് പോകുന്നത്. ഈ ലൈറ്റൊക്കെ കണ്ടോ? ഈ റൈറ്റ് സൈഡിൽ ഒരു അമ്പലമുണ്ട്. അവിടെ ഉത്സവമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റോഡ് മൊത്തം ഈ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ എന്ത് ഉത്സവം വന്നാലും ലൈറ്റ് മെയിനാട്ടോ. എല്ലാ പരിപാടിക്കും ലൈറ്റ് ഇടുമ്പോൾ സൂര്യൻ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതാ ഞങ്ങൾ വർക്കൗട്ടും നടത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം പാർക്കിൽ കുറേ ആൾക്കാർ വന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ 7 മണിക്ക് വരുന്ന ആൾക്കാരാണ്. ഇവർ വരുന്നതിന് മുമ്പേ തിരിച്ചിറങ്ങും. ശരണേച്ചി മുന്നിൽ നടക്കുന്ന പാറുവിന് ഇന്ന് രാവിലെ തെറാപ്പി. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് കൂട്ടി നടത്തുന്നത്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ ആയിഷാണ്. നമുക്കിപ്പോൾ ലെഫ്റ്റിലേക്ക് വീട്ടിലേക്ക് പോകാൻ വേണമെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകണം. നമ്മൾ വരുന്ന വഴിയായത്. ഇവിടെയൊക്കെ വീടുകൾ കണ്ടില്ലേ? അടുത്തടുത്തടുത്തുള്ള വീടുകളാണ്. മരങ്ങൾ കണ്ടില്ലേ? ഇത് കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നിയപ്പോൾ നമ്മൾ വീഡിയോയിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചതാണ്. രാവിലെ നോക്കുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ തത്തകളൊക്കെ പാറിപ്പോകുന്നത് കാണാം. പക്ഷെ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ ക്ലിയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ കാണിക്കാമെന്ന് ഓർത്ത് വെച്ചതായിരുന്നു. ഇതാ ഞങ്ങൾ ഈ മെയിൻ റോഡിലേക്ക് എത്തിട്ടോ. ശരണേച്ചി ഇതാ സൂപ്പർ ഫാസ്റ്റാണ്, വേഗം പോവുക. ശരണേച്ചി പശുവിനെയും നയേനെയൊക്കെ തപ്പി പോവുക കേട്ടോ. പശു എവിടെയെന്ന് എന്നോട് തിരിഞ്ഞ് ചോദിക്കുന്നത്. ഇവിടുത്തെ പശുവിനെയൊക്കെ കാണാൻ നല്ല രസമാണ്. രസമല്ല, ഇവിടുത്തെ പശുക്കളൊക്കെ ഒന്നും ഒരു ബന്ധവും ഇതൊന്നും ഇല്ലാതെ നടക്കുന്നവരാണ്. ഇത് കണ്ടില്ലേ? കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് കണ്ടില്ലേ? ഇവിടെയൊക്കെ അങ്ങനെ വെൽ പ്ലാൻഡ് ആണ്. ഈ അമ്പലത്തിലാണ് ഉത്സവം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. നമ്മൾ രാവിലെ വരുമ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോഴേക്കും ലൈറ്റൊക്കെ ഓഫായി. അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നെ ഇടാട്ടോ. മാർച്ച് 4-ാം തീയതിയാണ് ഉത്സവം. നമ്മളെ ജംഗ്ഷനിലേക്ക് കടന്നു. ഇവിടുന്നാണ് ഈ ക്രോസിന് നമ്മൾ ജനതാ നഗർ എന്ന് പറയും. ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്രോസിൽ മിക്കതും മലയാളീസ് ഉണ്ട്. നമുക്ക് തെറാപ്പിക്ക് വേണ്ടി വന്ന് നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ മേലെയൊക്കെ താഴെ ഷോപ്പുകളും മേലെയൊക്കെ നമുക്ക് റെൻറ്റഡ് റൂംസും ആണ് ആയിട്ട് കിട്ടുന്നത്. ഇവിടെ വേറൊരു സാധനം കാണിച്ചുതരാം. ഞങ്ങളെ വീട്ടിലുള്ള ഞങ്ങൾ വളർത്തുന്ന ഒരു സാധനമാണ്. കണ്ടില്ലേ? തെങ്ങാണ് കേട്ടോ. വീട്ടിൻ്റെ ഉള്ളിൽ ഇത് കണ്ടപ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നി. ഈ തെങ്ങിൻ്റെ ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഇതാ ശരണേച്ചി എന്താ പറയുന്നത്? ഇത് എന്താ പറയുക, അടുത്തടുത്താ വീട്. അവിടെയും മലയാളീസ് തന്നെ കേട്ടോ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കാലെടുത്ത് വെച്ചാൽ അങ്ങോട്ട് കിടക്കാം. അത്രയേ ഉള്ളൂ. നമ്മളെ നാട്ടിലൊക്കെയാണ് ഇങ്ങനെ അടുത്തെന്ന് വെച്ചാൽ എപ്പോൾ തല്ലുണ്ടായി നോക്കിയാൽ മതി. ഈ വീട്ടിൽ നിന്ന് വെള്ളം അങ്ങോട്ട് വന്ന് മരത്തിൻ്റെ ഇല ഇങ്ങോട്ട് വീണ്. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതാ തെങ്ങിൻ്റെ ബാക്കി വന്നു. ടയറിട്ട് വെച്ചത് അവർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, താഴേക്ക് ആരും ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി മേലത്തെ വാങ്ങാൻ കാണിച്ചു തരാം കേട്ടോ. മേലേക്ക് കയറണം. നടക്കട്ടെ. ഇതാ സ്റ്റെപ്പ് കയറിക്കൊണ്ട് നിൽക്കുകയാണ്. ശരണേച്ചി എന്തോ ചിന്തിക്കുന്നുണ്ട്. എന്താ മോളെ ചിന്തിക്കുന്നത്? എന്താ പറയുക, അവിടെ ഒരു ബിൽഡിങ്ങിൽ വർക്ക് നടക്കുന്നില്ലേ? അതിലും ഉണ്ട് ഇങ്ങനെ 4-5 സെറ്റപ്പ്. അവിടെ ഇങ്ങനെ ഈ വാടകയ്ക്ക് കൊടുത്ത് കാശുണ്ടാക്കുക ഉള്ളതാണ്. ഇതാട്ടോ ആ തെങ്ങിൻ്റെ പൂർണ്ണ രൂപം. തെങ്ങിൻ്റെ മണ്ട. തേങ്ങയൊക്കെ കുറവാണ്. നമ്മൾ വളങ്ങളൊന്നും കൊടുക്കുന്നില്ലല്ലോ. എന്നാലും ഒരു തെങ്ങുണ്ട് അവിടെ. ആ തെങ്ങുല് എന്താ പറയുക, ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ വെട്ടിക്കളയാതെ അതിന് വളരാൻ അനുവദിച്ചു കൊണ്ടിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. നമ്മളെ തിരുമംഗല അലക്കുകല്ലിട്ടോ. ഇതാണ് ഇവലെ കൃഷിത്തോട്ടം. മെയിനായിട്ട് ബ്രഹ്മിയാട്ടോ, മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. ഇതുണ്ടോ മറ്റേ മല്ലിച്ചപ്പിൽ പൂവുണ്ടായതുണ്ട്. ഞാൻ കുഴിച്ചിട്ടതാ. ഇതാണ് കന്നിക്കൂർക്കല്. നമ്മള് കുട്ടിക്ക് പിഴിഞ്ഞു കൊടുക്കും. ഇവിടെ ഉള്ളവര് അത് പറിച്ച് കറി വെക്കും, കന്നടക്കാര്. ഇതാട്ടോ ഞങ്ങളെ ജനതാ നഗർ. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ? അടുത്തടുത്താട്ടോ. ഇതാ ഈ കാണുന്നത് ഹോസ്പിറ്റലാണേ. ഈ ഹോസ്പിറ്റൽ 2nd ക്രോസിലാണ്. ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ശരണേച്ചി 1st ക്രോസിലുമാണ്. ഇവിടെ ക്രോസുകൾ എന്നാണ് ഓരോ പറയാ. ക്രോസുകളാണ്. ഇവിടുന്ന് 10-ാം ക്രോസ് വരെ ഉണ്ട്. ഈ വരി അങ്ങോട്ട് നേരെ പോയാൽ 10-ാം ക്രോസ് വരെ ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്താ അറിയോ, ഇതിൽ പോയാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. പല വഴികളാണ്. വഴി എൻ്റെ ആവുന്നില്ല. ഒക്കെ പെട്ടിക്കൂട് പോലത്തെ വീടുകൾ. ആ വീടിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ വഴികളാണ്. ഈ വീട്ടിൽ മുകളിൽ കാണുന്ന ടാങ്കുകൾ കണ്ടില്ലേ? ഈ ടാങ്ക് എണ്ണിയിട്ട് ആ വീട്ടിൽ എത്ര ഫാമിലി താമസിക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും. ഓരോ ഫാമിലിക്ക് ഓരോ ടാങ്കാണ്. അപ്പം നമ്മൾ ഇനി വൈൻഡപ്പ് ചെയ്യാം. ഇങ്ങനത്തെ തെങ്ങ് ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബൈ. വീഡിയോ കണ്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബൈ.